ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 108ാമത് കൺവെൻഷനിലും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും ലഭിച്ച ഈ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാം ഈ ദിവസങ്ങളിൽ ധാരാളമായി ദൈവവചന കേൾവിക്കായി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രിയ സാറ് ഓർപ്പിച്ചതുപോലെ നാം ഈ എല്ലാ വർഷവും ദൈവവചനം കേൾക്കുന്നു, കടന്നുപോകുന്നു. അതിൽ കവിഞ്ഞ് വ്യക്തിപരമായി സഭാപരമായി നമ്മുടെ ഈ വചന കേൾവി കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഒരാത്മപരിശോധന ചെയ്യേണ്ടുന്നത് നിശ്ചയമായിട്ടും വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. നാം ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൂതുകൾ കേവലം കേട്ട് കടന്നുപോവുകയല്ല, ആ ദൂതുകളിലെ സന്ദേശം ഉൾക്കൊള്ളുകയും അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം ആവോളം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. നോട്ട് ജസ്റ്റ് ഹിയറേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ബട്ട് ഡൂവേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം, അതായിരിക്കട്ടെ. കർത്താവ് ആ നിലയിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം ഒരു സങ്കീർത്തനത്തെ അധികരിച്ച് ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ടാണ്. വളരെ പരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനം, 133-ാം സങ്കീർത്തനമാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പോകുന്നത്. പ്രാരംഭമായി നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് വായിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമ്മോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഈ വേദഭാഗ വായന കർത്താവ് നമുക്കെല്ലാവർക്കും അനുഗ്രഹകാരണമാക്കി തീർക്കട്ടെ. ദൈവവചനത്തിലെ സങ്കീർത്തന ഗ്രന്ഥം വളരെ പരിചിതമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. വേറെ ഏതൊരു പുസ്തകത്തെക്കാളും ഈ പുസ്തകമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരുപക്ഷേ ഈ സങ്കീർത്തനങ്ങൾ മുഴുവനും വായിച്ചില്ലെങ്കിൽ തന്നെയും ഈ സങ്കീർത്തനങ്ങളിലെ ചില സങ്കീർത്തനങ്ങളെങ്കിലും വളരെ സാധാരണമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. മാത്രമല്ല, ജീവിതത്തിലെ പ്രത്യേകമായിരിക്കുന്ന ചില ഘട്ടങ്ങളിൽ വായിക്കുവാൻ തെരഞ്ഞെടുക്കുന്നതും ഈ സങ്കീർത്തനത്തിലെ ചില ഭാഗങ്ങളാണ്. ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയുവാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ അവരുടെ കൂടിവരവുകളിലും അവർ പാടുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാട്ടുപുസ്തകമാണ്
ഈ സങ്കീർത്തന ഗ്രന്ഥം എന്ന് പറയുന്നത്. നാം ഇന്ന് കൺവെൻഷൻ ഗീതങ്ങൾ, ആ പാട്ടുപുസ്തകം, അതിലെ പാട്ടുകളാണല്ലോ ഈ കൺവെൻഷനിൽ പാടുന്നത്. അതുപോലെ നമ്മുടെ യോഗങ്ങളിലും മറ്റും പാടുന്ന ആത്മീയ ഗീതങ്ങൾ, അത് പാട്ടുപുസ്തകമാണ്. ഇതുപോലെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ അവരൊരുമിച്ച് കൂടി വരുന്ന സന്ദർഭങ്ങളിൽ അവർ വായിക്കുകയും ധ്യാനിക്കുകയും പാടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനങ്ങളിൽ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോഹണ ഗീതങ്ങൾ എന്നാണ് അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ആരോഹണ ഗീതം എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ വ്യക്തമായിരിക്കുന്ന നിലയിൽ നമുക്കറിയാം. ആരോഹണം, അവരോഹണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ആരോഹണം ഉയരങ്ങളിലേക്ക് കയറുക എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം. അവരോഹണം താഴേക്ക് ഇറങ്ങുക എന്നാണ്. അപ്പോൾ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളാണ്. ഉയരങ്ങളിലേക്ക് പടിപടിയായി ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ശൈലി, അത് ഈ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേറൊരു നിലയിൽ പറഞ്ഞാൽ ഈ സങ്കീർത്തനങ്ങളൊക്കെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയുടെ പടികളായി നാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതം അത് വളരുന്നതിന് വേണ്ടിയുള്ളതാണ്. ആത്മീയ ജീവിതത്തിലെ വളർച്ച അത് ദൈവവചനത്തിലെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ദൈവവചനത്താലും അവന്റെ വിലയേറിയ ആത്മാവിനാലും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ആ വീണ്ടും ജനിച്ചതുപോലെ എല്ലാ കാലത്തും ഇരിക്കുന്നതിനു വേണ്ടിയല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, ദൈവവചനത്തിന്റെ അറിവിൽ നമുക്ക് വളരേണ്ടുന്നതായിരിക്കുന്ന ആവശ്യമുണ്ട്. അങ്ങനെ വളരുവാനായിട്ട് ദൈവത്തിന്റെ വിലയേറിയ വചനത്തിൽ നമുക്ക് അനുശാസനയും ഉണ്ട്. ആ നിലയിലുള്ള വളർച്ച, ആ വളർച്ചയോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ഓരോ പടവുകളായി നാം പരിഗണിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു. ചില വേദവ്യാഖ്യാതാക്കൾ ഈ 15 സങ്കീർത്തനങ്ങൾ വളരെ കൃത്യമായി 120 മുതൽ 134 വരെയുള്ള ആ 15 ആരോഹണ ഗീതങ്ങൾ, ആ ഗീതങ്ങൾ ആ നിലയിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണമുള്ള പശ്ചാത്തലം അവരെ സംബന്ധിച്ചിടത്തോളം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളുണ്ടല്ലോ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഉത്സവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ മനോഹരമായിരിക്കുന്ന പേര് തന്നെ യഹോവയുടെ ഉത്സവങ്ങൾ എന്നാണ്. അല്ലാതെ മോശയോ അതുപോലെയുള്ള ഇസ്രായേലിലെ തനക്കലമുള്ള പ്രിയപ്പെട്ടവര് ഏതെങ്കിലും നിലയിൽ കണ്ടുപിടിച്ചതോ എഴുതിയതോ അല്ല. പിന്നെയോ യഹോവയുടെ ഉത്സവങ്ങളാണ്. ദൈവമാണ്, യഹോവയായിരിക്കുന്ന ദൈവമാണ് ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉത്സവങ്ങൾ ദാനം ചെയ്തത്. ആ ഉത്സവങ്ങൾ അവർക്ക് സന്തോഷിക്കുന്നതിനും അവർക്ക് ഒരുമിച്ച് കൂടി വരുവാനും അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ച ലഭിക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് ഈ യഹോവയുടെ ഉത്സവങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള 7 യഹോവയുടെ ഉത്സവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങൾ, ആ 3 ഉത്സവങ്ങളിൽ ഇസ്രായേൽ ജനം നിശ്ചയമായിട്ടും പങ്കെടുത്തിരിക്കണം എന്ന് വളരെ നിർബന്ധമായിരിക്കുന്ന നിലയിൽ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ശിക്ഷണം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ 3 യഹോവയുടെ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടാര ഉത്സവം എന്ന് പറയുന്നത്, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഉത്സവം അത് ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ
അവരുടെ കൂടാര ജീവിതം, അവർ കൂടാരങ്ങളിൽ പാർത്തു. അതെന്നും അവർക്ക് അനുസ്മരിക്കത്തക്ക നിലയിൽ അവർ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആ കൂടാര പെരുന്നാള് ആഘോഷിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഈ കൂടാര പെരുന്നാളിന് വരുമ്പോൾ അവരെല്ലാവരും, അതായത് ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളും ഒരുമിച്ച് യെരുശലേം ദൈവാലയത്തിന്റെ പുരോഭാഗത്ത് സമ്മേളിക്കുകയാണ്. അങ്ങനെ സമ്മേളിക്കുമ്പോൾ അവരൊരുമിച്ചിരുന്ന് പാടുന്ന മനോഹരമായിരിക്കുന്ന പാട്ടാണ് 133-ാം സങ്കീർത്തനം എന്നാണ് ചില വേദവ്യാഖ്യാതാക്കൾ പറയുന്നത്. വളരെ നല്ലൊരു വ്യാഖ്യാനമാണ്. അത് വളരെ അനുയോജ്യമായിരിക്കുന്ന ഒരു വ്യാഖ്യാനവുമാണ്. നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേയുള്ളൂ. അങ്ങനെ ഇസ്രായേൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കൂടാരപ്പെരുന്നാൾ ദിവസം ഇസ്രായേൽ ഗോത്രങ്ങളിലെ ആ 12 ഗോത്രങ്ങളും വിവിധങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇതാ അവര് സമാഗമന കൂടാരം അല്ലെങ്കിൽ യെരുശലേം ദൈവാലയം അതിന്റെ പുരോഭാഗത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, എത്ര ശുഭം, എത്ര മനോഹരം. എന്താണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ഇസ്രായേലിനെ ഒരുമിച്ച് ഇതാ ദൈവസന്നിധാനത്തിൽ കൂടി വന്നിരിക്കുകയാണ്. ഇതെത്ര മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. അതവർ തന്നെ പറയുകയാണ്. ആ നിലയിലാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചില വേദവ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇനിയും വേറെ ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ആ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാവീദിന്റെ ഒരു ആരോഹണ ഗീതമാണ്. എന്ന് പറഞ്ഞാൽ ദാവീദാണ്